മലയാളിയുടെ സാമ്പത്തിക ആടുജീവിതം പാർട്ട് 2. എങ്ങനെ രക്ഷപ്പെടാം? ബാങ്കുകളുടെ ട്രാപ്പിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുന്നത്? നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇന്ത്യൻ എംപ്ലോയീസിനെ കുറിച്ചുള്ള പ്രധാനമായും നമ്മൾ സംസാരിച്ച് ഇന്ത്യൻ എംപ്ലോയീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മാസ ശമ്പളം വാങ്ങിക്കുന്ന ഇന്ത്യൻ എംപ്ലോയീസിനെ കുറിച്ച്. അത് ഗവൺമെന്റ് സെക്ടറിലാവാം, പ്രൈവറ്റ് സെക്ടറിലാവാം, ഏത് മേഖലയിലാണെങ്കിലും മന്ത്ലി ലഭിക്കുന്ന സാലറി കൊണ്ട് ജീവിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ് നമ്മൾ പാർട്ട് 1 ആടുജീവിതം പാർട്ട് 1 നമ്മൾ സംസാരിച്ചത്. പാർട്ട് 2 ആ പിടിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുക. ഭാവിയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രധാന ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കുക. പ്രധാനമായും മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസം, വീട്, വിവാഹം, വാഹനം തുടങ്ങിയ ആവശ്യങ്ങൾ ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ റിട്ടയർമെന്റ് ലൈഫ്, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും മുന്നിൽ നിൽക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. അതിനെ മുൻകൂട്ടി തയ്യാറാവുക, പ്ലാൻഡ് ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം പിടികളിൽ, ട്രാപ്പുകളിൽ പെടാതെ രക്ഷപ്പെടാനുള്ള ഏക വഴി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, ആ കുഞ്ഞിനെ പഠിപ്പിക്കണം, നല്ല ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം ഇതെല്ലാം നൽകണം. പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കണം, ഉന്നത വിദ്യാഭ്യാസം നൽകണം, വിവാഹം കഴിപ്പിക്കണം, മറ്റു കാര്യങ്ങൾ എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ തന്റെയും തന്റെ ഭാര്യയുടെയും റിട്ടയർമെന്റ് ലൈഫിനെ സെക്യൂർ ആക്കുക, തുടർന്നുള്ള ജീവിതത്തിലേക്ക് വേണ്ട ഫണ്ട് സ്വരൂപിക്കുക എന്നെല്ലാം ഉള്ളതാണ് നമുക്ക് നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അതിനെങ്ങനെ തയ്യാറാവാം? പ്രധാനമായും അതിൽ വേണ്ടത് റെക്കറിംഗ് ഡെപ്പോസിറ്റുകളാണ്. നമുക്ക് ഉപയോഗിക്കുന്ന പ്രധാന ടൂള്. റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് പലതരത്തിലുള്ള റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഗവൺമെന്റ് നടത്തുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുണ്ട്, അതുപോലെ തന്നെ ബാങ്കുകൾ നടത്തുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുണ്ട്, പോസ്റ്റ് ഓഫീസ് തലത്തിൽ നടത്തുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുണ്ട്. അതിനൊക്കെ പുറമെ പല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ക്രെഡിറ്റ് സൊസൈറ്റികളും ഒക്കെ നടത്തുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുണ്ട്. ഫിക്സ് യുവർ ഗോൾസ് എന്ന് എപ്പോഴും എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ തന്നെ എന്താണ് ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ ഗോൾ എന്നുള്ളത് ആദ്യമേ നമ്മൾ തീരുമാനിച്ച ശേഷം ആ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ പ്ലാൻ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എനിക്ക് ഇത് ഉപകരിക്കണം എന്ന തീരുമാനമെടുത്ത് ടേംസും പ്ലാനുകളും സെലക്ട് ചെയ്യുക. റെക്കറിംഗ് ഡെപ്പോസിറ്റുകളെ ചൂസ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റിട്ടേൺ. അത് ഹാഫ് ഇയർലി, അതുപോലെ തന്നെ ക്വാർട്ടർലി ഒക്കെ കോമ്പൗണ്ടിങ് ആയിട്ടുള്ള സ്കീമുകളുണ്ട്. അത് എത്തരത്തിലാണ് കോമ്പൗണ്ടിങ് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിന്റെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, കോമ്പൗണ്ടിങ് റേറ്റിൽ വരുമ്പോൾ അതിന്റെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളെ എഫേർട്ടിനെ എത്ര കണ്ട് ലഘൂകരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. അതിനനുസൃതമായി ഏറ്റവും ലാഭകരമായി നിക്ഷേപിക്കാൻ പറ്റാവുന്ന നിങ്ങളുടെ ഗോൾസ് എത്ര വർഷത്തിന് ശേഷമാണോ ആ എമൗണ്ട് നിങ്ങളിലേക്ക് എത്തേണ്ടത്, ആ തുകയ്ക്ക് അനുസൃതമായി, നിങ്ങളുടെ ആവശ്യത്തിന് അനുസൃതമായി ആ സ്കീം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് FD. ഇതൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള മേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എങ്കിൽ പോലും FDകൾ കയ്യിൽ കുറച്ചെങ്കിലും പണം സ്വരൂപിച്ചവനും എന്തുണ്ട്, ആവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടുന്ന തുകകള് തീർച്ചയായും FDകളായിട്ട് സൂക്ഷിക്കുക. മറ്റു പല മാർഗങ്ങളും ഉണ്ടെങ്കിലും സാധാരണ പരമ്പരാഗത രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ പ്രധാനമായും റെഗുലേറ്റർമാരുടെ കീഴിൽ, ഇന്ത്യയിലെ അംഗീകൃത റെഗുലേറ്റർമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡെപ്പോസിറ്റിനെ
അതിന്റെ ഇൻഫ്ലേഷൻ റേറ്റിൽ നമ്മുടെ പണത്തിന്റെ മൂല്യം നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട് എന്നും കൂടി ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന വേറൊരു ഘടകമാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇതൊരു സർക്കാർ ബാക്കപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പദ്ധതിയാണ്. ഈ PPF-ൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് സെക്ഷൻ 80C അനുസരിച്ചിട്ടുള്ള ടാക്സ് ഡിഡക്ഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ടൂളാണ് EPF അഥവാ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഇത് ഗവൺമെന്റ് തലത്തിൽ മാൻഡേറ്ററി ആയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് എംപ്ലോയീസിന് വേണ്ടി. ഇതിന് ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല പല ആവശ്യങ്ങൾ മുൻകൂട്ടി ആവശ്യങ്ങൾക്ക് അനുസൃതമായി അതിനെ ഡിസൈൻ ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ, ഫണ്ട് എമർജൻസി വരുമ്പോൾ, അല്ലെങ്കിൽ വീട് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസൃതമായ വിത്ഡ്രോവൽ പോളിസി അതിനുണ്ട്. അതിനോടൊപ്പം തന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം അത് ഓഫർ ചെയ്യുന്നുണ്ട്. ഒക്കെ പറഞ്ഞ് ഇത് EPF-ന്റെ നിന്ന് ലഭിക്കുന്ന എല്ലാ റിട്ടേണുകളും നമുക്ക് സെക്ഷൻ 80C അനുസരിച്ച് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. അടുത്തതാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ. അതായത് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്ന RBIയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് SGBകൾ അഥവാ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ആ ബോണ്ടുകളിൽ നമുക്ക് നിക്ഷേപിക്കാം. 2% മുതൽ 2.5% വരെയൊക്കെ റിട്ടേണുകൾ പലപ്പോഴായി ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഫിസിക്കൽ ഗോൾഡായിട്ട് നമ്മുടെ കയ്യിൽ വെക്കേണ്ടതില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വിഡ്രോ ചെയ്യാനും എത്ര കണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുമ്പോൾ, എത്ര കണ്ട് നിക്ഷേപിക്കാൻ കഴിയുമ്പോൾ അതിനനുസരിച്ച് നമുക്കത് ഹോൾഡ് ചെയ്യാനും കഴിയുന്നതാണ്. നമുക്ക് മൂലധന നേട്ടത്തിന്റെ പോലുള്ള ടാക്സ് ഡിഡക്ഷൻ ഒക്കെ അതിൽ നിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPS എന്നുള്ളത് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്നുള്ള ഒരു മാൻഡേറ്ററി വോളണ്ടറി റിട്ടയർമെന്റ് സേവിംഗ് സ്കീമാണ്. PFRDA ആണ് അതിനെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ എത്ര കണ്ട് നമുക്ക് റിട്ടേൺ വേണം, ആ ഫണ്ട് എങ്ങനെ സ്വരൂപിക്കണം എന്നെല്ലാം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനും ആക്ട് അനുസരിച്ച് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നെല്ലാം ഉറപ്പുവരുത്തുന്നതിനാണ് റെഗുലേറ്റർ ഉള്ളത്. അതുപോലെ തന്നെ നാഷണൽ പെൻഷൻ സ്കീം നമുക്ക് ഇക്വിറ്റികള്, കമ്പനികള്, അതുപോലെ തന്നെ മറ്റു ചില ബോണ്ടുകളിലൊക്കെ നിക്ഷേപിക്കാനുള്ള ഒരു അവസരം കൂടി NPS നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സെക്ഷൻ 80C അനുസരിച്ചിട്ടുള്ള ടാക്സ് ഡിഡക്ഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ചൂസിങ് പെൻഷൻ ഫണ്ട് മാനേജർ. നമ്മുടെ പെൻഷൻ ഫണ്ട് മാനേജറെ ചൂസ് ചെയ്യാനും അത് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരവും നമുക്ക് ഈ NPS നൽകുന്നുണ്ട്. നമുക്ക് റിസ്ക്, നമ്മുടെ റിട്ടയർമെന്റ് ഗോൾ അനുസരിച്ചിട്ടുള്ള ഫണ്ടിന്റെ റിസ്ക് എത്ര കൊണ്ട് വേണം എന്നുള്ളത്, എത്ര കൊണ്ട് കുറയ്ക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൾക്കായി സ്ഥലം വാങ്ങി കച്ചവടം ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഒരു കൊച്ചു വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം ആയിട്ടുള്ള പദ്ധതി രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി സ്ഥലമോ മറ്റൊക്കെ എടുക്കുന്നതിന് വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ബാക്കപ്പ് ചെയ്യുന്ന പല പദ്ധതികളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിലെല്ലാം നമുക്ക് ആ പദ്ധതിയുടെ ഭാഗമാകാതെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാനും റിട്ടേൺസ് എടുക്കാനും ഒക്കെ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഒന്നുള്ളതാണ് സേവിംഗ് സ്കീം. സേവിംഗ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുകന്യ സമൃദ്ധി യോജന, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, അതുപോലെ പോസ്റ്റ് ഓഫീസുകളിലുള്ള മന്ത്ലി ഇൻകം റിട്ടേൺ അഥവാ മന്ത്ലി ഇൻകം പ്ലാനുകൾ, MIS, മന്ത്ലി ഇൻകം സ്കീം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ പല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും ലഭ്യമാണ്. സുകന്യ സമൃദ്ധി യോജനയുടെ ഒക്കെ പ്രത്യേകതകളും ഒക്കെ ഇന്ന് പല പല സ്ഥലത്തു നിന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്നതാണ്. അത്തരം ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സുകന്യ സമൃദ്ധി യോജനയുടെ മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നിക്ഷേപത്തിന്റെ ആർക്ക് വേണ്ടിയാണോ നിക്ഷേപം നടത്തുന്നത് അതിന് ആ കുട്ടിക്ക് അല്ലെങ്കിൽ താങ്കൾക്ക്
എത്തരത്തിലാണ് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നതിനൊക്കെ അനുസൃതമായിട്ടായിരിക്കണം നിങ്ങളുടെ ഫണ്ട് ഈ സേവിങ് സ്കീമുകൾ, ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള സേവിങ് സ്കീമുകൾ ചൂസ് ചെയ്യേണ്ടത്. ഇതിന്റെ ഒക്കെ പുറമെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, പലപ്പോഴും പലരും അതിലും തട്ടിയിടറി വീഴുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറയേണ്ടത്. നോ ലാപ്സേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അഥവാ ലാപ്സേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. പല സ്കീമുകൾക്കും ലാപ്സേഷൻ ട്രാപ്പുകളുണ്ട്. ഇത്ര തവണ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചിട്ടില്ലെങ്കിൽ, ഇത്ര വർഷത്തിനുള്ളിൽ, ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 2 വർഷത്തിൽ താഴെയുള്ള സ്കീമുകൾ ഏതാണ്ട് എത്ര അടവുകൾ ഫൈനോട് കൂടിയിട്ടാണെങ്കിൽ പോലും ഏതാനും അടവുകൾ ഇത്ര എണ്ണമെന്നുണ്ട്. ആ എണ്ണം കഴിഞ്ഞിട്ട് നമുക്ക് തെറ്റി പോവുകയാണെങ്കിൽ ഇത്ര വർഷത്തിന്റെ ഉള്ളിൽ ആ സ്കീമുകളെല്ലാം തന്നെ ലാപ്സായി പോവുകയാണ്. അതുവരെ നിങ്ങൾ അടച്ചിട്ടുള്ള തുക എത്രയാണോ അത്രയും തുകയും നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലാപ്സേഷൻ എന്നുള്ള ട്രാപ്പിനെ കരുതി നേരിടാൻ ഉറച്ചുകൊണ്ട് തന്നെ ആ ഒരു ട്രാപ്പിൽ വീഴാതെ സ്കീമുകളെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള നോ ലാപ്സേഷൻ ആയിട്ടുള്ള സ്കീമുകൾ ഇന്ന് പലതും നമ്മുടെ മാർക്കറ്റിലുണ്ട്. പല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും അത്തരം സ്കീമുകളും ഉണ്ട്. ചൂസ് ചെയ്യേണ്ടത് ആരാൾക്കാണോ ആവശ്യം, ആ ചൂസ് ചെയ്യുന്ന ഇൻവെസ്റ്ററാണ് ഇത് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടതും ഡിസിഷൻ എടുക്കേണ്ടതും. അതിനെല്ലാം പുറമെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ബഡ്ജറ്റിംഗ്, കൃത്യമായ ഒരു ബഡ്ജറ്റിംഗ് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വരുമ്പോൾ, സാലറി ക്രെഡിറ്റ് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട സേവിങ്സുകളിലേക്ക് എല്ലാം തന്നെ എത്ര തരത്തിലുള്ള സേവിങ്സുകൾ നിങ്ങൾ നടത്തുന്നുണ്ടോ അതിലേക്ക് എല്ലാം പണം ഓട്ടോ ഡെബിറ്റ് ആവുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് കഴിഞ്ഞ് മിച്ചമുള്ള തുക കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചെലവ് ചെയ്യാൻ പറ്റില്ല. ലോക പ്രശസ്തനായ ഒരു നിക്ഷേപകനുണ്ട്, വാറൻ ബഫറ്റ്. അദ്ദേഹത്തിന്റെ ഒരു കോട്ടിങ് കടമെടുത്ത് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സേവിങ്സ് നടത്തിയ ശേഷം മിച്ചമുള്ള തുക കൊണ്ട് മാത്രം ചെലവുകൾ ചെയ്യുക എന്നാണ്. അതായത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ തെറ്റ് എന്നുള്ളത്, നമ്മൾ ചെലവുകൾ കഴിഞ്ഞ ശേഷം മിച്ചമായി അവശേഷിക്കുന്ന തുക കൊണ്ട് മാത്രമാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഗോളുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നത്. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും ചെറിയ ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആ കോട്ടിങ്. നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട തുക എത്രയാണോ അത് നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ തന്നെ വഴിതിരിച്ചു വിടുക, അല്ലെങ്കിൽ അതെല്ലാം തന്നെ പേയ്മെന്റ് ചെയ്യുക. ബാക്കിയുള്ള തുകയ്ക്ക് അനുസൃതമായി ലൈഫിനെ ബഡ്ജറ്റ് ചെയ്ത് ക്രമീകരിച്ച് ജീവിക്കുക. അങ്ങനെയാണെന്നെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസിലേക്ക് അതിവേഗം സുരക്ഷിതമായി എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും. ബാങ്കുകൾ നമ്മൾക്ക് മുന്നിൽ വെച്ച് കിട്ടുന്ന ട്രാപ്പുകളിൽ പെടാതെ, ബാങ്ക് നൽകുന്ന ലോൺ എന്ന ആടുജീവിതത്തിൽ പെട്ട് ഉടറാതെ, ജീവിതം നശിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. വീണ്ടും മറ്റൊരു മികച്ച വീഡിയോയുമായി വരാം. രാകേഷ് ദ കൺസൾട്ടന്റ്.